നമസ്കാരം. ഇന്നലത്തെ ബാഴ്സലോണ ഡോർട്ട്മുണ്ട് മാച്ചും അതുപോലെ തന്നെ PSG ആസ്റ്റൺ വില്ല മാച്ചും ഏതാണ്ട് PSG-യും ബാഴ്സലോണയും ഡോമിനേറ്റ് ചെയ്തിട്ട് കളിച്ചിരുന്നത്. അവർ മുഴുവൻ കളിയും ബാഴ്സലോണയുടെ കളി ബാഴ്സലോണയും അതേപോലെ തന്നെ PSG-യുടെ കളി PSG തന്നെയാണ് മുഴുവനായിട്ട് കളിച്ചിരുന്നത്. അത് ബാഴ്സലോണയുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ഗോളിന് ലാമിൻ യമാൽ ഒരു പാസ് കൊടുത്തു. ഒരു ലോബി ഇതിങ്ങനെ ഇട്ടിട്ട് റാഫീനെ ഹെഡ് ചെയ്ത് കൊടുത്തിട്ട് ലെവൻഡോസ്കി കളിച്ചത്. മൂന്നാമത്തെ ഗോള് ലെവൻഡോസ്കി കളിച്ചത് ഫെർമിന് ഒരു ബോള് ലാമിൻ യമാൽ കൊടുത്തു. എന്ത് ബോള്! അത് പണ്ടാറടങ്ങിയ പാസ്, എന്ത് പാസ്! അതൊക്കെ എങ്ങനെ 17 വയസ്സുള്ളൊരു ചെക്കനാണ് ഇമാരി കളി കളിക്കുന്നത്. 17 വയസ്സിൽ നമ്മൾ സ്കൂൾ ടീമിൽ കയറി നോക്കിയിട്ട് ഇവിടെ അംഗം വെട്ടുക, സ്കൂൾ ടീമിൽ കിട്ടാൻ വേണ്ടിയിട്ട്. എവിടെയാണ് കളിക്കണത് നോക്കി നോക്കി. എന്താ പ്ലെയർ! കാരണം മൂന്നാമത്തെ ഗോളിൻ്റെ പാസ് കണ്ടിട്ടാണ്. എന്ത് പാസ്സാ അത്! അപ്പോൾ ആ പ്ലെയർ ഉള്ളിൽ കൂടെ ഓടുമ്പോൾ ഇങ്ങനെ ഇൻസൈഡ് കട്ട് ചെയ്തിട്ട് ഒറ്റ ത്രൂ ബോളാണ്. എന്ത് ത്രൂ ബോൾ എന്ന് പറയാം. എളുപ്പമല്ല. 17 വയസ്സിലൊക്കെ ഇമ്മാരി കളി കളിക്കാന്ന് പറഞ്ഞാൽ എന്ത് കളിയാണ് പണ്ടാണ്. ബാഴ്സലോണ പിന്നെ നോക്കേ വേണ്ട. ഞാൻ ആ കളി തുടങ്ങുന്നതിന് മുന്നേ പറയുന്നത് ബാഴ്സലോണ 4 ഗോളിന് നയിക്കുമെന്ന്. അത് അതേപോലെ തന്നെ 4 ഗോളിന് നയിച്ചു. കാരണം ഡോർട്ട്മുണ്ട് എന്ന് പറയുന്ന ഒരു ടീം ഒരു തിരിച്ചടിക്കാനുള്ളൊരു കടുപ്പുള്ള ടീമൊന്നുമല്ല. അതിന് മാത്രമുള്ള എന്താ പറയുക, ഒരു കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടീമല്ല. കാരണം അവർ മൊത്തത്തിൽ ഈ സീസൺ ഡൗണാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെ PSG പറഞ്ഞാൽ PSG തുടക്കം മുതലേ ആസ്റ്റൺ വില്ലയുടെ ഗോൾ പോസ്റ്റിന് മുന്നിൽ തന്നെയായിരുന്നു ബോള്. അതിൻ്റെ ഇടയിൽ ഒരു കൗണ്ടർ വന്നു. അത് ആസ്റ്റൺ വില്ല ഗോളടിച്ചു. റോജേഴ്സ് ഒരു ഗോളടിച്ചു. പക്ഷെ പിന്നെ PSG ഇങ്ങനെ കളിച്ച് പക്ഷേ ദുബായുടെ ഗോള് ഒരു രക്ഷയില്ല. എവിടുന്ന ഏതാണ്ട് നെയ്മറിൻ്റെ പോലത്തെ ഒരു കളിക്കാരൻ, നെയ്മർ കുട്ടീനെയൊക്കെ പോലെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് അടിച്ചാണ് കയറ്റി തന്നെ. അതും പിന്നെ രണ്ടാമത്തെ ഗോളും നല്ല ഗോളാണ്. ഗോരസ്കേലിയുടെ ഗോള് എന്താ ഗോള്! ഫസ്റ്റ് പോസ്റ്റിൽ എവിടുന്ന് അടിച്ചിട്ട് കയറ്റിന്. മാർട്ടിനസ് കാണാൻ പറ്റിയില്ല. അമ്മാരി അടി ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് ബുന്നൊരു സാധനം ആ ഫസ്റ്റ് പോസ്റ്റിൽ അടിച്ചിട്ട സാധനം ഗോളാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഗോള് ശരിക്കും ആസ്റ്റൺ വില്ല വഴങ്ങിയത് ഭയങ്കര പൊട്ടത്തരായി. നല്ല മടക്കി ന്യൂനമസ് മടക്കിയിട്ട് ഗോൾ അടിച്ചെങ്കിലും ആ ഗോള് എന്ന് പറഞ്ഞ് 2 ഗോള് തിരിച്ചടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, പറയാൻ പറ്റില്ല. ഫുട്ബോളാണ്, എന്ത് സംഭവിക്കുക. പക്ഷേ ഇങ്ങനത്തെ ഒരു PSG പറഞ്ഞൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാഴ്സലോണ PSG ഫൈനലിൽ വരാൻ ഭയങ്കരധികം ചാൻസ് ഉണ്ട്. പിന്നെ ആഴ്സണലിനെ പറയാൻ പറ്റില്ല. ആഴ്സണലിന് ആസ്റ്റൺ വില്ല വരുന്നേക്കാൾ നല്ലത് PSG വരുന്നത്. ആസ്റ്റൺ വില്ല വന്നാൽ ആഴ്സണൽ ഒന്ന് പ്രശ്നമാണ്. PSG ആകുമ്പോൾ ഒന്നുകൂടി കളിക്കാൻ പറ്റും. ആസ്റ്റൺ വില്ല ആകുമ്പോൾ ഒരു ജായി പ്രാന്തൻ്റെ ഒറ്റക്ക്. എന്തായാലും കളി ചാമ്പ്യൻസ് ലീഗ് ചീറി. ക്വാർട്ടർ ഫൈനലുകൾ 4 അടിപൊളി ക്വാർട്ടർ ഫൈനലാണ്. നമുക്ക് നോക്കാം ആരൊക്കെ സെമി ഫൈനലിൽ എത്താമെന്ന്. താങ്ക് യു വെരി മച്ച്.